ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ റെക്ടാങ്കുലർ വയർ ലൂപ്പ് ഓഫ് സൈഡ് 8 cm ആൻഡ് 2 cm വിത്ത് എ സ്മോൾ കട്ട് ഈസ് മൂവിങ് ഔട്ട് ഓഫ് എ റീജിയൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 0.3 Tesla directed normal to the loop. What is the EMF developed across the cut if the velocity of the loop is 1 cm per second in a direction normal to the A part longest side, B part shortest side of the loop? For how long does the induced voltage last in each case? നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പിനെ മൂവ് ചെയ്യിക്കുവാണ്. ലെങ്ത് വൈസ് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴും ബ്രെഡ്ത്ത് വൈസ് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴും ഉള്ള EMF കണ്ടുപിടിക്കുക. എത്ര നേരം EMF ഇൻഡ്യൂസ് ചെയ്ത് നിൽക്കപ്പെടും? ഇതാണ് ചോദ്യം. നമുക്ക് ആദ്യത്തെ കേസ് ഒന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ലൂപ്പ് ഇരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 8 cm. അപ്പോൾ ഇത് 8 cm ആണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 2 cm. ഇനി ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ഇട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ക്രോസ് ഇട്ട് റെപ്രസെൻ്റ് ചെയ്താൽ അതിനർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റഡ് ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്? B = 0.3 Tesla. ഈ കോയിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. കോയിലല്ല, ലൂപ്പ് മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട് 1 cm per second. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? = 1 × 10⁻² - 2 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും തന്നിട്ടുണ്ട്. അതിൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ലെങ്ത് വൈസ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് വൈസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? EMFൻ്റെ ഇക്വേഷൻ E = BLV ആണ്. ബിയുടെ സ്ഥാനത്ത് 0.3 കൊടുക്കുക. എല്ലിൻ്റെ സ്ഥാനത്ത് ഈ സൈഡിൻ്റെ നീളം 8 cm. 8 cm എന്നുള്ളതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. × 10⁻² × 10⁻². ആൻസർ വരുമ്പോൾ 2.4 × 10⁻⁻4 വോൾട്ടേജ് ആണ്. സോ വോൾട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത്രയും EMF ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് എത്ര നേരം വരെ EMF ഇൻഡ്യൂസ് ചെയ്യും എന്നറിയണം. എത്ര നേരം വരെ ആയിരിക്കും? ഈ ലൂപ്പ് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്ത് കിടക്കുന്നിടം വരെ ആയിരിക്കും EMF ഉണ്ടാകുന്നത്. അപ്പോൾ എത്ര നേരം വരെ ഈ ലൂപ്പ് ഈ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ നിൽക്കുമെന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ബ്രെഡ്ത്ത് 2 cm ആണ്. അപ്പോൾ ഈ 2 cm ഉള്ള ബ്രെഡ്ത്ത് ഇത് ക്രോസ് ചെയ്ത് പുറത്ത് പോകണം. അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ EMF ഉണ്ടാവത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ഈ 2 cm ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിച്ചാൽ മതി. സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ, വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻ്റ് അല്ല ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് കൊടുക്കാം. അതിനകത്തുനിന്ന് ടൈം = എന്ത് വരും? ടൈം = ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. സോ ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് 2 × 10⁻² ഡിവൈഡഡ് ബൈ വെലോസിറ്റി നമുക്കറിയാം 1 × 10⁻² ആണ്. = 2. 2 സെക്കൻഡ് സമയമായിരിക്കും 2.4 × 10⁻⁻4 എന്ന വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തപ്പെട്ട് നിൽക്കുന്നത്. ഇനി അതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ തിരിച്ച് ലോങ്ങർ സൈഡ് വൈസ് മൂവ് ചെയ്യുന്നതിന് പകരം ഷോർട്ടർ സൈഡ് വൈസ് ആണ് മൂവ് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ ഫിഗർ എങ്ങനെ വരും? ഇത് 8 cm ആണ്. ഇത് 2 cm ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നേരത്തെ പോലെ തന്നെ ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആക്ട് ചെയ്യുന്നു. ഏത്
സൈഡിലേക്കായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഷോർട്ടസ്റ്റ് സൈഡ് വൈസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അതിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈസ് ഈക്വൽ ടു ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഇ എം എഫ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ഇൻറ്റു വി. ബിയുടെ സ്ഥാനത്ത് ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു 0.3 ഇൻറ്റു ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് വരും? ഈ സൈഡ് ആയതുകൊണ്ട് ബ്രെഡ്ത്ത് ആയിട്ട് മാറി. സോ 2 സെൻറ്റിമീറ്റർ, 2 ഇൻറ്റു 10⁻². അതേ ഇൻറ്റു വെലോസിറ്റി 10⁻². ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു 10⁻⁴. അത്രയും വോൾട്ട് എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ കേസിലും എത്ര നേരം ഈ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തപ്പെട്ട് നിൽക്കും നോക്കണം. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഈ കോയിൽ അല്ലെങ്കിൽ ഈ ലൂപ്പ് എത്ര നേരം ഈ മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുന്നുണ്ടോ അത്രയും സമയമായിരിക്കും ഇ എം എഫ് ഉണ്ടാകുന്നത്. അപ്പം ഈ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? 8 സെൻറ്റിമീറ്റർ അങ്ങോട്ട് ട്രാവൽ ചെയ്യണം. എന്നാലേ ഉള്ളൂ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്ത് വരുള്ളൂ. അപ്പോൾ ഈ 8 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യാനായിട്ട് എന്തുമാത്രം സമയം എടുക്കുന്നുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതിനകത്ത് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ് കവർ ചെയ്യേണ്ടത്. സോ 8 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ വെലോസിറ്റി 10⁻² ഈസ് ഈക്വൽ ടു 8 സെക്കൻഡ്. അപ്പം 8 സെക്കൻഡ് സമയത്തേക്കായിരിക്കും 0.6 ഇൻറ്റു 10⁻⁴ വോൾട്ട് എന്ന് പറയുന്ന ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തപ്പെട്ട് നിൽക്കുന്നത്.